ഗൈസ്, അപ്പൊ നിവിൻ പോളിയുടെ സർവമായ 140 ക്രോർസ് ഗ്രോസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ അടിച്ചു പൊളിച്ച് മുന്നേറുകയാണ്. ഹ്യൂജ് കംബാക്ക്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 2015 പ്രേമ മൂവി റിലീസ് കഴിഞ്ഞ് ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ആയ നിവിൻ പോളിയുടെ ലാസ്റ്റ് ബോക്സ് ഓഫീസ് ഹിറ്റ് എനിക്ക് തോന്നുന്നു 2018 കായംകുളം കൊച്ചുണ്ണി. അത് കഴിഞ്ഞ് പുള്ളിക്ക് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ചില സിനിമകളൊക്കെ നല്ലതായിരുന്നെങ്കിലും അതൊന്നും ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കോവിഡും വന്നല്ലോ. പക്ഷേ നിവിൻ പോളിയുടെ കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ് നിവിന്. ഈ സർവമായ റിലീസ് ആയപ്പോഴാണ് അതിന്റെ ഒരു എക്സ്റ്റൻസീവ് ഹിറ്റ് കാണുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പുള്ളിക്ക് എത്രത്തോളം വലിയ ഫാൻ ബേസ് ആണെന്ന്. ആൻഡ് ദ വിൻ ഫീൽസ് പേഴ്സണൽ, റൈറ്റ്? ഈ ലാലേട്ടന്റെ കാര്യത്തിൽ പറയുന്ന പോലെ സ്ലീപ്പർ സെൽസ് ഉള്ള ഒരാളാണ് നിവിനും. ഞാൻ സർവമായ കാണാൻ തിയേറ്ററിൽ പോയപ്പം അവിടെ അധികം തിയേറ്ററിലൊന്നും വരാത്തൊരു ഫാമിലിനെ കണ്ടു. ലൈക്ക് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമാണ് നിവിനെ, എത്രത്തോളം ആൾക്കാർ നിവിൻ സക്സീഡ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദി എൻഡ് റിസൾട്ട് സർവമായ ഇത്ര ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഹിറ്റ് അല്ലേ സർവമായ? അതേ നിവിന്റെ പുതിയ സിനിമ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി അത് നാളെ റിലീസ് ചെയ്യാണ്. ഞാനിത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇന്നലെയാണ് ഇത് അറിയുന്നത്, ഇത് നാളെയാണ് റിലീസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഒട്ടും പ്രൊമോഷൻസ് ഇല്ലാണ്ട് ഈ ഒരു സിനിമ വരികയാണ്. ഐ ആം ടെല്ലിങ് യു, ഒരു എബവ് ആവറേജ് റിവ്യൂസ് എങ്കിലും വന്നു കഴിഞ്ഞാൽ പടം കയറിയും കൊടുത്തു, പിടിച്ചാ കിട്ടാത്ത രീതി കൊടുത്തു.